കോഴിക്കോട്ട് നിന്ന് കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ ഡ്രൈവറെയും ഭാര്യയെയും ഇപ്പോൾ കാണാതായിരിക്കുന്നു. ഏലത്തൂർ സ്വദേശിയായ രജിത് കുമാർ, ഭാര്യ തുഷാര എന്നിവരെയാണ് കാണാതായത്. ഇരുവരും നഗരത്തിലെ ഹോട്ടലിൽ മുറിയെടുത്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് 2 തവണ രജിത്തിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. വി എസ് രജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രജിത്ത്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ മാമി തിരോധാന കേസ് ഒരനക്കം വയ്ക്കുകയാണോ? ഇപ്പൊ പെട്ടെന്ന് ഡ്രൈവറെയും ഭാര്യയും കാണാതാവുന്നു. എന്തെങ്കിലും ദുരൂഹതയുണ്ടോ വി എസ് രജിത്ത്? ഡോക്ടർ 2023 ഓഗസ്റ്റ് 21 മുഹമ്മദ് അട്ടൂരാൻ എന്ന മാമിയെ കാണാതാവുന്നത്. ഈ കേസിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ക്രൈംബ്രാഞ്ച് ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട്, തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആകെ ഈ മാമിയുടെ ഡ്രൈവറായിട്ട് രജിത്തിനെ പലതവണ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ 7-ാം തീയതിയും രജിത്തിനെ ചോദ്യം ചെയ്തു. പക്ഷേ ആ 7-ാം തീയതി മുതൽ രജിത്തിനെയും ഭാര്യ തുഷാരയെയും കാണാനില്ല എന്നാണ് ബന്ധുക്കളുടെ പരാതി. എവിടെയാണ് എന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു സംശയം? അങ്ങനെ എന്താണ് നിങ്ങളുടെ ഒരു സംശയം ഇക്കാര്യത്തിൽ? സംശയമല്ല, ദിവസവും അങ്ങനെ വന്ന് അന്വേഷിക്കുന്ന ഭാഗമായിട്ട് ഇവൻ മാനസികമായിട്ട് തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ നാട്ടിലൊക്കെ അറിയുമ്പോൾ. അപ്പോൾ ആ ഒരു വിഷമത്തിൻ്റെ ഇടയോ മാറി നിന്ന് എന്നുള്ള ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഈ പോലീസിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇത് കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് പോലീസിൻ്റെ അടുത്താണ് എത്ര തവണ ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചത്? അത് കൃത്യമായിട്ട് അറിയില്ല. പലതവണയായിട്ട് വിളിപ്പിക്കുന്ന സമയത്ത് കുറേ നേരം ചോദ്യം ചെയ്യാറുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് വൈകുന്നേരമൊക്കെയാണ് വിടുന്നത്. രാത്രി വിട്ടു, രാത്രി പുലർച്ചയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിറ്റേന്ന് രാത്രിയാണ് വിടുന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് പോലീസിൻ്റെ തീയതി ഇതുപോലെ എത്ര സമയം ചോദ്യം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അത് കൃത്യമായിട്ട് അറിയില്ല. ദിവസം മുഴുവൻ ഇരുന്നിരുന്നു അവിടെ. ഇതിപ്പോൾ ഞാനല്ല കൂടുതൽ അറിയുന്നത്, അളിയനാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ട്, പോലീസ് പോയിട്ടുണ്ട്, പോലീസിൻ്റെ അടുത്ത് പോകുന്നുണ്ടെന്നു, പോലീസിൻ്റെ അടുത്താണെന്നുള്ള ധാരണയാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത്. 2 കുട്ടികളുണ്ടല്ലോ, അവരെന്ത് ചെയ്തു? 2 കുട്ടികളെ മാമൻ്റെ വീട്ടിലാണ് ഒരു സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ്. മാമൻ്റെ വീട്ടിലാക്കിയിട്ടാണ് അവർ രണ്ടുപേരും? അല്ലല്ല, മാമൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വിളിപ്പിച്ചിട്ടുണ്ട്. മക്കളെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പോയത്. സുഖമില്ലാത്തതെന്നാണ് അവർ പറയുന്നത്. ഈ ഭാര്യയുടെ സഹോദരനാണ് മക്കളെ കൂട്ടി കൊണ്ടുപോയത്. ഭാര്യയുടെ സഹോദരനെ വിളിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? അതിന് അവസാനമായിട്ട് അദ്ദേഹത്തിനാണ് കോൾ വന്നത്. ഈ നഗരത്തിൽ എവിടെയോ ഒരു ഹോട്ടൽ മുറിയെടുത്തിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയായിട്ട് പറയുന്നു. ഉണ്ട്. ഏത് ഹോട്ടലിലാണ്? NCK. പക്ഷേ ആ ഹോട്ടലിൽ നിന്ന് പിന്നീട് വെക്കേറ്റ് ചെയ്ത് പോയി. വെക്കേറ്റ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോക്ടർ അരുൺ. കഴിഞ്ഞ 7-ാം തീയതി മുതൽ ഈ രജിത്തിനെ കാണാനില്ല. രജിത്തിനെ ക്രൈംബ്രാഞ്ച് പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. 24 മണിക്കൂറൊക്കെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കും. അങ്ങനെ നിരവധി തവണ ആ ചോദ്യം ചെയ്യൽ ആവർത്തിച്ചപ്പോഴാണ് അദ്ദേഹം ഈ കഴിഞ്ഞ 7-ാം തീയതി 24 മണിക്കൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഭാര്യയെയും രജിത്തിനെയും വിളിപ്പിച്ചു. അവസാനമായി ഈ രജിത്ത് സംസാരിച്ചത് ഭാര്യയുടെ സഹോദരനോടാണല്ലേ? എൻ്റെ സഹോദരിയാണ് വിളിച്ചത്. എന്താ പറഞ്ഞത്? അത് വിളിച്ചതെന്ന് വെച്ചാൽ മകന് വേദവ്യാസ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് സുഖമില്ലാണ്ടായിട്ട് ഓനെന്ന് അവിടുന്ന് ഛർദിക്കായിട്ട് ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് വിളിച്ചത്. അപ്പോൾ അന്ന് അവർ പറഞ്ഞിങ്ങനെ ക്രൈംബ്രാഞ്ച് ഓഫീസ് വിളിച്ചിട്ട് പോകാണ്ടെന്നും പറഞ്ഞിരുന്നു. എത്ര തവണ രജിത്തിനെയും ഭാര്യയും ഇതുപോലെ വിളിപ്പിച്ചു എന്നറിയോ? കുറേ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1.5 കൊല്ലമായിട്ടുള്ള സംഭവമല്ലേ. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ട് എനിക്ക് 1-2 മാസം അങ്ങനെ ടൈമായിട്ടായിട്ടുള്ളൂ നമ്മളെ ഓർമ്മയിൽ. ഇനി അതിന് മുന്നേ ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ല. അതിന് മുൻപ് പോലീസ് അന്വേഷണത്തിന് സമയത്തും വിളിപ്പിക്കാറുണ്ട്. ഒരു വീട്ടിൽ വരാറുണ്ട്, ചോദ്യം ചെയ്യാറുണ്ട്, ഒക്കെ ഉണ്ട്. അതിന് മുന്നേ പോലീസ് ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണുള്ളത് ഓൾറെഡി. രജിത്തിലേക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ സംശയിക്കുന്നത്? ഞങ്ങൾക്ക് അതിനെപ്പറ്റി വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഓരോന്തും കിട്ടിയിട്ടാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവർ തെളിവ് കിട്ടേണ്ട കോടതി ഹാജരാക്കിയാൽ പോരെ. ഇതിപ്പോൾ ഒരാളെ തന്നെ പിടിച്ചിങ്ങനെ പിഴിയുന്ന വഴി ഇങ്ങനെ പിഴിഞ്ഞാക്കുന്നത്. പ്രതി ചേർക്കുന്നുമില്ല, നിരന്തരം വിളിപ്പിക്കുകയും ചെയ്യും. അതെ, അതാണ് സംഭവിച്ചു കൊടുക്കുന്നത്. മാനസിക സമ്മർദ്ദത്തിൽ മാറി നിന്നാവാന്നാണ് കരുതുന്നത്. അതെ, മാനസികസമ്മർദ്ദം വല്ലാണ്ടുണ്ട്. ഇപ്പോൾ എവിടെയും പോകലൊന്നുമില്ല, വീട്ടിൽ തന്നെ കുത്തിരിക്കലാണ്, ഒരു പണിയില്ല, ഒന്നും ഇല്ലാണ്ട ഒരവസ്ഥയിലാണ്. മുമ്പൊക്കെ അറിയാലോ, നമ്മൾ വീട്ടിലുള്ള ആളല്ലേ. 2 കുട്ടികളുണ്ടല്ലേ? 2 കുട്ടികളുണ്ട്. പ്രായമുള്ളവരാണ്. ഒരാൾ 9ൽ പഠിക്കുന്നത്, ഒരാൾ 4ാം ക്ലാസ്സിലാണ്. പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചോ? ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു അന്വേഷിക്കുന്നുണ്ട്. അവിടെ ലോഡ്ജിലൊക്കെ പോയി അന്വേഷിക്കുകയും ചെയ്തിരിക്കുന്നു. മലപ്പുറം SP ആയിരുന്ന ശശിധരനാണ് ഇതിൻ്റെ അന്വേഷണം ചുമതലയുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രജിത്തിനെ പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ പ്രതി ചേർക്കാതെ തന്നെ പല സംശയങ്ങളുടെ പേരിൽ പലതവണ വിളിപ്പിക്കുന്നു. അതിൻ്റെ മാനസിക സമ്മർദ്ദം രജിത്തിനുണ്ടായിരുന്നു എന്നാണ് കുടുംബങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്നത്. രജിത്തിനെയും തുഷാരയും എപ്പോൾ മുതലാണ് കാണാതായത്? വീട്ടിൽ നിന്ന് പോയതെന്നാണെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നു 7-ാം തീയതി രാവിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോകുന്നു. വൈകിട്ട് ഈ തുഷാര, അതായത് രജിത്തിൻ്റെ ഭാര്യ സഹോദരനെ വിളിച്ചിട്ട് മക്കളെ രാവിലെ തന്നെ വിളിച്ചു.
ആ സ്കൂളിലെ സമയം രാവിലെ 10 മണി. എത്ര മണിക്ക് എപ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോകുന്ന 7-ാം തീയതി രാവിലെ? രാവിലെയാണ് അവർ പോയത്. അവിടെ നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ സ്കൂളിൽ മോനെ സുഖമില്ല, അജു അവനെ കൂട്ടിക്കൊണ്ടുവരും, ഞങ്ങൾ അവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് അവരെപ്പോഴാണ് ഇറങ്ങിയത്? അതറിയില്ല. അതിനെപ്പറ്റി MCK ടൂറിസ്റ്റ് ഹോമിൽ അവരെപ്പോഴാണ് റൂം എടുക്കുന്നത്? അത് 7-ാം തീയതി വൈകുന്നേരമാണ് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഞങ്ങൾ സമയത്തിൽ വൈകുന്നേരം 5:30-6 മണി സമയത്താണ്. ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നു. അന്ന് അവിടെ നിന്നാന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് വെക്കേറ്റ് ചെയ്തെന്ന്? 9-ാം തീയതി ഇന്നലെ രാവിലെ 8:30 വെക്കേറ്റ് ചെയ്തു. പിന്നെ എവിടെയാണ്? ഇല്ല. അതായത് 7-ാം തീയതി വരെ കാണാതാവുന്നു. പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലായത് NCK എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ 9-ാം തീയതി, അതായത് ഇന്നലെ രാവിലെ വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നും കാണാതായി. ഈ 2 കുട്ടികളാണോ ഇവർക്ക്? കുട്ടികൾ ഇപ്പോൾ എവിടെയാണ്? 2 കുട്ടികളാണ്. കുട്ടികൾ ഇപ്പോൾ ഈ തുഷാരയുടെ വീട്ടിലാണ് 2 കുട്ടികളുള്ളത്. തുഷാര തന്നെ ഈ സഹോദരനെ വിളിച്ച് 2 കുട്ടികളെയും സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലാക്കണം, അവർക്കെന്തോ അസുഖമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നു. അതായത് അവർ ഇവിടെ നിന്ന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പലതവണയായി ഇങ്ങനെ വിളിപ്പിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. പോലീസ് നിരന്തരം വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമൊക്കെ രജിത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ജോലിക്ക് പോലും പോകാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ രജിത്തിന്റെ ഭാര്യ സഹോദരൻ പറയുന്നത്. വ്യക്തമാണ്. VS രഞ്ജിത്ത്, മാമി തിരോധാന കേസിൽ ഒരു ട്വിസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത്തിനെയും തുഷാരെയും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതി ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഇന്നലെ 9:30 വരെ കോഴിക്കോട് നഗരത്തിലെ ഒരു ലോഡ്ജിൽ ഇരുവരും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവരെ കാണാതായിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്.